ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസ് ഓഗസ്റ്റ് 1 എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഒരു മോക്ക് ടെസ്റ്റ് സീരീസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ മനസ്സിൽ വിചാരിച്ച ശേഷം വീഡിയോ ഓൺ ചെയ്ത് ആൻസർ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. സോ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കിടക്കാം. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡൽഹി, ലക്നൗ, കാൺപൂർ, ഝാൻസി. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ കാൺപൂർ ആണ്. കാൺപൂരിലാണ് 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. നാഗ്പൂർ, ബോംബൈ, ലാഹോർ, അലഹബാദ്. ഇതിലേതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ ലാഹോറിലാണ്. ലാഹോറിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. ആ സമയത്ത് ഇതിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മഹാദേവ ഗോവിന്ദ റാനഡെ, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, അബനീന്ദ്രനാഥ് ടാഗോർ. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് മഹാദേവ ഗോവിന്ദ റാനഡെ. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക എന്നതാണ്. ഇന്ത്യൻ നാഷണൽ ആർമി CR ദാസ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ലാല ഹർദയാൽ, സ്വരാജ് പാർട്ടി റാഷ് ബിഹാരി ബോസ്, ഗദർ പാർട്ടി സൂര്യസെൻ ഇന്ന് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി വരുന്നത് റാഷ് ബിഹാരി ബോസിലും, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി വരുന്നത് സൂര്യസെൻ, സ്വരാജ് പാർട്ടി വരുന്നത് CR ദാസ്, ഗദർ പാർട്ടി വരുന്നത് ലാല ഹർദയാലാണ്. ഇവിടെ ഒരു ചെറിയ ഓട്ടോ കറക്ഷൻ ഉണ്ട്. ആ ഡി ഓപ്ഷൻ 2 ആണ് വരേണ്ടത്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. രാജാറാം മോഹൻ റോയിയെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയിയെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, സുഭാഷ് ചന്ദ്രബോസ്, മോനിയർ വില്യംസ്. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് രാജാറാം മോഹൻ റോയിയെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ആര്യ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ആര്യ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്, സ്വാമി ദയാനന്ദ സരസ്വതി, രാജാറാം മോഹൻ റോയ്, പണ്ഡിത രമാഭായ്. ഇതിലേതാണ് നമ്മുടെ ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ. ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകനാണ്. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം അതുപോലെ ശുദ്ധി സമാജം എന്നീ സംഘടനയുടെ സ്ഥാപകനാണ്. രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ, ബ്രഹ്മ സമാജ് എന്ന സംഘടനകളുടെ സ്ഥാപകനാണ്. അതുപോലെ പണ്ഡിത രമാഭായ് ആര്യ മഹിളാ സഭയുടെ സ്ഥാപകനാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? ചുവടെ തന്നിരിക്കുന്നതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? 4 ഓപ്ഷനുണ്ട്. ബംഗാളി, വന്ദേമാതരം, ന്യൂ ഇന്ത്യ, മറാത്ത. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ മറാത്തയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. പത്രങ്ങളും നേതൃത്വം നൽകിയവരും തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ജോഡി ഏതെന്ന് തിരഞ്ഞെടുക്കുക. ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിക്കുക. ഇതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആയ 2ഉം 4ഉമാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് കേസരിയും മറാത്തയുമാണ് ബാലഗംഗാധര തിലകിൻ്റെ പത്രം. അതുപോലെ വന്ദേമാതരം എന്ന് പറയുന്നത് ലാല ലജ്പത് റോയിയുടെയും പത്രമാണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. സാരേ ജഹാൻ സെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരാണ്? സാരേ ജഹാൻ സെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരാണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ, ജയദേവ്, മുഹമ്മദ് ഇക്ബാൽ, ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ മുഹമ്മദ് ഇക്ബാലാണ്. മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാൻ സെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത്. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തിൽ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ്?
ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തിൽ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. നീൽ ദർപ്പൺ, ഗീതാഞ്ജലി, രംഗഭൂമി, പാഞ്ചാലി ശബദം. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ നീൽ ദർപ്പണാണ്. നീൽ ദർപ്പണാണ് ദീനബന്ധു മിത്രയുടെ നാടകം. ഗീതാഞ്ജലി എന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കൃതിയാണ്. രംഗഭൂമി പ്രേംചന്ദിൻ്റെയാണ്. പാഞ്ചാലി ശബദം സുബ്രഹ്മണ്യ ഭാരതിയുടെയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ക്രമം ഏതാണ്? റൗലറ്റ് ആക്ട് 1915 എന്ന് കൊടുത്തിട്ടുണ്ട്. ദണ്ഡി മാർച്ച് 1930 എന്ന് കൊടുത്തിട്ടുണ്ട്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. നമ്മുടെ ചോദ്യം ഇതിൽ ശരിയായ ക്രമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആയ JKL ആണ്. കാരണം റൗലറ്റ് ആക്ട് തെറ്റാണ്. റൗലറ്റ് നിയമം വന്നത് എപ്പോഴാണ്? 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്താണ് ആ ആക്ട് വന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. താഴെ പറയുന്നവയിൽ സ്വാമി വിവേകാനന്ദൻ്റെ പ്രധാന കൃതി അല്ലാത്തവ ഏതാണ്? കർമ്മയോഗ, രാജയോഗ, ജന്മഭക്തി, ഭക്തിയോഗ. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ ജന്മഭക്തിയാണ്. ബാക്കി എല്ലാ കൃതികളും വിവേകാനന്ദൻ്റെയാണ്. എന്നാൽ ജന്മഭക്തി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ചന്ദ്രശേഖർ ആസാദ്, ഉദ്ധം സിംഗ്, ഭഗത് സിംഗ്, സൂര്യസെൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ ഉദ്ധം സിംഗ് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി. അടുത്ത ദിവസത്തിലോട്ട് പോകാം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി, ലാലാ ലജ്പത് റോയ് ആൻഡ് ബാൽ ഗംഗാധർ തിലക്, മോത്തിലാൽ നെഹ്റു ആൻഡ് CR ദാസ്, രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? ശ്രദ്ധിക്കണം, ശരിയായതും ശരിയല്ലാത്തതും ഒക്കെ ചോദിക്കാറുണ്ട്. ഇതിൽ കൂടി സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് കാരണം ഇപ്പോഴത്തെ എക്സാമിനെല്ലാം കൂടുതലും അതുപോലെയാണ് ചോദിക്കുന്നത്. അത് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ്. സോ നിങ്ങൾക്കത് എളുപ്പമാക്കാനും കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുമാണ് കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. സോ അത് മാക്സിമം ഒന്ന് വർക്കൗട്ട് ചെയ്ത് ശ്രദ്ധിച്ച് നോക്കാൻ ശ്രമിക്കണം. ഇതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് വായിച്ച് നോക്കാം. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ആയിരുന്നു. ലാഹോർ കോൺഗ്രസ്സിന് അധ്യക്ഷനായിരുന്നു. ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു. മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ സി ആണ്. അതായത് ഏതായിരുന്നു നമ്മുടെ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ലാഹോർ കോൺഗ്രസ്സിന് അധ്യക്ഷനായിരുന്നു എന്നതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം കറക്റ്റ് ഓപ്ഷൻസ് ആണ്. അടുത്ത ദിവസത്തിലോട്ട് പോകാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ്? 2ാം വട്ടമേശ സമ്മേളനം, ക്യാബിനറ്റ് മിഷൻ, ഓഗസ്റ്റ് ഓഫർ, ക്രിപ്സ് മിഷൻ. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ക്രിപ്സ് മിഷൻ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഗാന്ധിജി മുന്നോട്ട് വെച്ച നയി താലിം വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധം ഇല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി, വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായി ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം, 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം, വിദ്യാഭ്യാസം മാതൃഭാഷയിൽ ആയിരിക്കണം. ഇതിലേതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. KK എളപ്പൻ,
KP കേശവമേനോൻ, ചേറ്റൂർ ശങ്കരൻ നായർ, മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഏതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ ചേറ്റൂർ ശങ്കരൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ഗാന്ധിയും അരാജകത്വവും എന്നത്. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആരാണ്? CR ദാസ്, VP മേനോൻ, സുഭാഷ് ചന്ദ്രബോസ്, VV ഗിരി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ VP മേനോനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടു. 1953 നിലവിൽ വന്ന ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി, SK ദർ, പട്ടാമ്പി സീതാരാമയ്യ എന്നിവർ അംഗങ്ങളായിരുന്നു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ഇതിൽ നിന്നും ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. തെറ്റായതല്ല, ശരിയായത് മാത്രം. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ 1, 2, 4 അതായത് മൂന്നാമത്തെ ഓപ്ഷൻ ഒഴികെ ബാക്കിയെല്ലാമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ പെടാത്തത്? അതായത് ഇതിൽ നിന്ന് തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ISR ഉണ്ട്, ICMR ഉണ്ട്, CISR ഉണ്ട്, CSIR ഉണ്ട്. ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ CISR ആണ്. CSIRഉം CISRഉം തിരിഞ്ഞു പോകരുത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ചെയ്ത കമ്മീഷൻ ഏതാണ്? 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ, ഇവയൊന്നുമല്ല. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ കോത്താരി കമ്മീഷനാണ്. ഓക്കെ, കോത്താരി കമ്മീഷനാണ് 10+2+3 മാതൃകയിലുള്ള വിദ്യാഭ്യാസ സംവിധാനം ശുപാർശ ചെയ്തത്. കേരളത്തിൽ SCRT നിലവിൽ വന്ന വർഷമെന്നാണ്. കേരളത്തിൽ SCRT നിലവിൽ വന്ന വർഷം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്, വായിച്ചു നോക്കുക. നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആയ 1994. 1994 SCRT നിലവിൽ വന്നത്. ഒരു സർവകലാശാല മാത്രമുള്ള സംസ്ഥാനം ഏതാണ്? ഒരു സർവകലാശാല മാത്രമുള്ള സംസ്ഥാനം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഉത്തർപ്രദേശ്, തമിഴ്നാട്, ഗോവ, രാജസ്ഥാൻ. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ ഗോവയാണ്. ഗോവയിലാണ് ഒരു സർവകലാശാല മാത്രമുള്ള സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, കേരളം. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലാണ് ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ന്യൂയോർക്ക്, വാഷിങ്ടൺ, സാൻ ഫ്രാൻസിസ്കോ, ഫിലാഡൽഫിയ. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ ഫിലാഡൽഫിയയാണ്. ഫിലാഡൽഫിയയിലാണ് 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. വോൾട്ടയർ, മോണ്ടസ്ക്യൂ, റൂസോ, ലൂയി 16 ഇതിൽ ഏതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഓപ്ഷൻ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ റൂസോയാണ്. റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? ബ്ലാക്ക് ഷർട്ട്സ്, വൈറ്റ് ഷർട്ട്സ്, റെഡ് ആർമി, ഗസ്റ്റപ്പോ. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ ഗസ്റ്റപ്പോയാണ്. ഗസ്റ്റപ്പോയാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ സീക്രട്ട് പോലീസിനെ അറിയപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ്? ലോകജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. ഇതിലേതാണ്?
നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്ത ഓപ്ഷൻ ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. ഒരിക്കലും UN അതിന് വേണ്ടിയിട്ടല്ലല്ലോ വന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻസുമാണ് കറക്റ്റായിട്ടുള്ളത്. ക്ഷേമം ഉറപ്പുവരുത്താനും സഹകരണവും അതുപോലെ തന്നെ സമാധാനം സുരക്ഷയൊക്കെ കാത്തു സൂക്ഷിക്കാനാണ് അവരുടെ പ്രധാന ലക്ഷ്യം. അടുത്ത ദിവസത്തിലോട്ട് പോവാം. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. പാരീസ്, ഗ്രീൻവിച്ച്, ന്യൂയോർക്ക്, ലണ്ടൻ. ഇതിലേതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ ഗ്രീൻവിച്ച് ആണ്. ഗ്രീൻവിച്ചിലൂടെയാണ് പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്. അടുത്ത ദിവസത്തിലോട്ട് പോകാം. മോൺട്രിയൽ പ്രോട്ടോകോൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മോൺട്രിയൽ പ്രോട്ടോകോൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓസോൺ പാളിയുടെ സംരക്ഷണം, സ്വതന്ത്ര വ്യാപാരം, വനവത്കരണം, സമുദ്ര വിഭവങ്ങളുടെ പങ്കുവയ്ക്കൽ. ഇത് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ ഓസോൺ പാളിയുടെ സംരക്ഷണം എന്നതാണ്. ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തടുത്തായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു? നദീ താഴ്വര, കുത്തനെയുള്ള ചരിവ്, സമതലം, നേർത്ത ചരിവ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ കുത്തനെയുള്ള ചരിവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഗൾഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യൻ മഹാസമുദ്രം, അറ്റ്ലാന്റിക് മഹാസമുദ്രം, പസഫിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആയ അറ്റ്ലാന്റിക് സമുദ്രമാണ്. കർണാടകയിലെ ആദ്യ ചുഞ്ചനഗരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത്? കർണാടകയിലെ ആദ്യ ചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. മീൻകൊത്തിച്ചാത്തൻ, വയൽക്കോതി, മയിൽ, കഴുകൻ. ഇതിലേതാണ് നമ്മുടെ ആൻസർ? ഇത് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ മയിലാണ്. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോകാം. ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏതാണ്? ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏതാണ്? നീലഗിരിക്കുന്ന്, ആനമലക്കുന്ന്, നല്ലമലക്കുന്ന്, കാർഡമം കുന്ന്. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ നീലഗിരിക്കുന്നാണ്. ഓക്കെ, നീലഗിരിക്കുന്നിനാണ് ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. വടക്ക് കിഴക്കൻ മൺസൂൺ, ശൈത്യകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഉഷ്ണകാലം. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ദക്ഷിണാഫ്രിക്ക, ചിലി, കൊറിയ, ജപ്പാൻ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ ചിലിയാണ്. ചിലിയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. എന്നാൽ ഇന്ത്യയിൽ അത് മധ്യപ്രദേശിലാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതും കൂടെ നോട്ട് ചെയ്യുക. ലോകത്തിൽ ചിലിയാണ് ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് കൂടുതൽ അത് ഉൽപ്പാദിപ്പിക്കുന്നത്? മധ്യപ്രദേശാണ്. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോകാം. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. NH32, NH48, NH56, NH44. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ NH44 ആണ്. NH44 ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണുള്ളത്. അതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത. റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏത്? ത്രിപുര, മഹാരാഷ്ട്ര, ആസാം, കേരളം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആയ കേരളമാണ്. കേരളമാണ് റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം, അഷ്ടമുടിക്കായൽ, വെള്ളയാണിക്കായൽ ഇവയൊന്നുമല്ല. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ ശാസ്താംകോട്ട തടാകമാണ്. ഓക്കെ, ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓക്കെ, സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? സൈലന്റ് വാലിയെ
റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം എന്ന്? 4 ഓപ്ഷൻസ് ഉണ്ട്. 1912, 1913, 1914, 1915. നമ്മുടെ ആൻസർ ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ 1914 ഓക്കെ, 1914 സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത്? ആലപ്പുഴ, പാലക്കാട്, പത്തനംതിട്ട, മലപ്പുറം. ഈ 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ പാലക്കാട്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. പവിത്ര, കാഞ്ചന, കനകം, ശബരി, അന്നപൂർണ എന്നിങ്ങനെയുള്ള ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതാണ്? പവിത്ര, കാഞ്ചന, കനകം, ശബരി, അന്നപൂർണ എന്നിങ്ങനെയുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനത്തിൻ്റെ പേരെന്താണ്? വഴുതന, പയർ, ഗോതമ്പ്, നെല്ല്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ഡി ആയ നെല്ലാണ്. ഓക്കെ, നെല്ലാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. സ്റ്റേറ്റ് പബ്ലിക് റിസർവ് കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ഗവർണർ, രാഷ്ട്രപതി. ആരാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ ഗവർണറാണ്. ഓക്കെ, ഗവർണറാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രന്ഥി ഏത്? മനുഷ്യനിൽ നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ പ്രകാശഗ്രന്ഥി ഏതാണ്? കോൺ കോശങ്ങൾ, റോഡ് കോശങ്ങൾ, കോർണിയ ഇവയൊന്നുമല്ല. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ കോൺ കോശങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? ചെവി, കണ്ണ്, ത്വക്ക്, നാവ്. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ ത്വക്കാണ്. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏത്? രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഗ്യാസ്ട്രിൻ, ട്രോപ്പോനിൽ, ഗ്ലോബുലിൻ, ഗ്ലൂക്കഗോൺ. ഇതിലേതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ ഗ്ലോബുലിനാണ്. ഓക്കെ, ഗ്ലോബുലിനെയാണ് രക്തത്തിലുള്ള ഒരു പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഫെമോറൽ ധമനി, കെരാറ്റിഡ് ധമനി, വീനക്കാവ, അയോർട്ട. ഇതിലേതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയ അയോർട്ടയാണ്. ഓക്കെ, അയോർട്ടേനെയാണ് ഏറ്റവും വലിയ ധമനി എന്ന് നമ്മൾ പറയുന്നത്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏത്? ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? കോർണിയ, പ്ലൂറ, വായുഅറ, ഡയഫ്രം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ പ്ലൂറയാണ്. ഓക്കെ, പ്ലൂറയാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്ഥലമെന്ന് പറയുന്നത്. എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം ഏതാണ്? എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം ഏതാണ്? ഉമിനീർ, പിത്തരസം, ആമാശയരസം, ആഗ്നേയരസം. ഇതിലേതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ? എൻസൈം ഇല്ലാത്ത ദഹനരസം ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ പിത്തരസമാണ്. പിത്തരസത്തെയാണ് എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? വൃക്കകൾ, ശ്വാസകോശം, കരൾ, ത്വക്ക്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ വൃക്കയാണ്. ഓക്കെ, വൃക്കയാണ് പ്രധാന വിസർജന അവയവമായിട്ട് നമ്മൾ പറയുന്നത്. ഭയമുണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏത്? ഭയം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? സെറോട്ടോണിൻ, മെലാട്ടോണിൻ, അഡ്രിനാലിൻ, ആൽഡോസ്റ്റിറോൺ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ അഡ്രിനാലിനാണ്. ഓക്കെ, അഡ്രിനാലിനാണ്. അക്ഷാസ്തികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്ത ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ളത് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. വാരിയെല്ലുകൾ 24 അസ്ഥികൾ, നട്ടെല്ല് 1 അസ്ഥി, മാറല് 4 അസ്ഥികൾ, തലയോട് 39 അസ്ഥികൾ. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. വാരിയെല്ലുകൾ 24 അസ്ഥികളാണ്. ഓക്കെ, വാരിയെല്ലിൽ എത്ര അസ്ഥികളാണ്? 24 അസ്ഥികളാണ് ഉള്ളത്. സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ,
ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? അൾഷിമേഴ്സ്, ഹീമോഫീലിയ, വർണ്ണാന്ധത, മെലനോമ. ഏതാണ് ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഹീമോഫീലിയയാണ്. ഓക്കെ, ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? പൂരിത കൊഴുപ്പ്, ട്രാൻസ് കൊഴുപ്പ്, അപൂരിത കൊഴുപ്പ്, ഇവയെല്ലാം. ഏത് കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായി കൊഴുപ്പ് ആയിട്ട് കണക്കാക്കുന്നത്? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ അപൂരിത കൊഴുപ്പാണ്. ഓക്കെ, അപൂരിത കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പെന്ന് കണക്കാക്കുന്നത്. ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് ഏത്? ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആംബിയർ, കെൽവിൻ, മോൾ, ഡെസിബൽ. ഏതാണ് ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ഡെസിബൽ ആണ്. ഡെസിബൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡി സ്മോൾ ലെറ്റർ ബി, അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഡി ബി എന്ന്. ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്ക് എന്താണ്? ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്ക് എന്താണ്? ത്വരണം, വേഗത, ആക്കം, ജഡത്വം. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമം ഏത്? ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമം ഏതാണ്? 1-ാം ചലന നിയമം, 2-ാം ചലന നിയമം, 3-ാം ചലന നിയമം, ഇവ ഒന്നുമല്ല. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ ചലന ആണ് കേട്ടോ, ഒരു ഓട്ടോ കറക്ഷൻ ആണ്. സോ പറഞ്ഞോളൂ, 58ാമത്തെ ആൻസർ ഏതാണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ 1-ാം ചലന നിയമമാണ്. ഓക്കെ, 1-ാം ചലന നിയമമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? 4 ഓപ്ഷൻസ് ഉണ്ട്. റൂദർഫോർഡ്, ജെ തോംസൺ, ജോൺ ഡാൾട്ടൺ, ഹൈസൻബർഗ്. ഏതാണ് ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയ ജെ തോംസൺ ആണ്. ഓക്കെ, ജെ തോംസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. റൂദർഫോർഡ് പ്രോട്ടോൺ ആണ് കണ്ടുപിടിച്ചത്. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്ര? ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? 4, 6, 10, 2. ഏതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആയ 10 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്തു പറയുന്നു? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്താണ് പറയുന്നത്? ഐസോട്ടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ, ഇവയൊന്നുമല്ല. ഇതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ ഐസോട്ടോപ്പ് ആണ്. ഓക്കെ, ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം, ഇവയൊന്നുമല്ല. ഇതിലേതാണ് ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രിഷിയാണ്. ഓക്കെ, ട്രിഷ്യത്തെയാണ് ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്, ട്രിഷ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഏക അറ്റോമികം? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഏക അറ്റോമികം? 4 ഓപ്ഷൻസ് ഉണ്ട്. വെള്ളം, ക്ലോറിൻ, ഫ്ലൂറിൻ, ഹീലിയം. വെള്ളം എന്ന് പറഞ്ഞാൽ H2O ആണ്. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ Cl2 ആണ്. എന്ന് പറഞ്ഞാൽ F2 ആണ്. ഹീലിയം എന്ന് പറഞ്ഞാൽ He ആണ്. സോ ഇതിൽ കേട്ടിട്ട് പറഞ്ഞോളൂ, ഏതാണ് ഏക അറ്റോമികമായിട്ട് പറയുന്നത്? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഹീലിയം ആണ്. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഈ ഹീലിയം ആണ് ഏക അറ്റോമികം എന്ന് പറയുന്നത്. വേറെ ഒരുപാടുണ്ട്, ഇത് ഓപ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. P1 = V1 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? P1 = V1 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ചാൾസ് നിയമം, ബോയിൽസ് നിയമം, ഡാൾട്ടൺസ് നിയമം, അവഗാഡ്രോ നിയമം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള ബോയിൽസ് നിയമമാണ്. ക്വസ്റ്റ്യൻ, എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? 4 ഓപ്ഷൻസ് ഉണ്ട്. -273 ഡിഗ്രി സെൽഷ്യസ്, 298 കെൽവിൻ, 273 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ്. ഏതാണ് നമ്മുടെ ആൻസർ? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയ -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അല്പം ഫാസ്റ്റായിട്ടാണ് പറഞ്ഞത്, കാരണം ഇത് അത്യാവശ്യം ഒരുപാട് ലെന്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട് വിത്ത് ഓപ്ഷൻസ്. മാക്സിമം വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ പറയാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ കൂടെ തന്നെ പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ മാർക്സ് എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിലേ ഇതുപോലുള്ള വീഡിയോസ് എനിക്ക് ഇടാനായിട്ടൊരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ.
സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും താങ്ക് യു.